അങ്ങനെ IPL രാജസ്ഥാന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. RCB മറുവശത്ത് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഉള്ള ഒരു പരാജയങ്ങൾക്ക് പകരമായിട്ട് ഒരു വിജയം സ്വന്തമാക്കി, ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കി. ഈ മത്സരത്തിന് മുമ്പ് ജോഷ് ഹേസൽവുഡ് ഈ മത്സരത്തിന് മുമ്പല്ല, കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഹേസൽവുഡ് പറയായിരുന്നു ഈ ഗ്രൗണ്ടിലൊന്ന് ഫസ്റ്റ് ഞങ്ങൾക്ക് ടോസ് കിട്ടുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം 3 മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീം 163, അതുപോലെ തന്നെ അവസാന മത്സരം 14 ഓവർ മത്സരത്തിൽ 95. ഇങ്ങനെ ഒരു റൺസ് കണ്ടെത്താൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടോസ് കിട്ടിയെങ്കിൽ എത്ര നന്നായെന്ന് ഞങ്ങൾ ആദ്യം ബോളിംഗ് എടുത്തേനെ എന്ന് ഹേസൽവുഡ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ മത്സരത്തിലും പട്ടിദാറിന് ആ ഒരു സഹായം കിട്ടിയിട്ടില്ല, ടോസ് നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഈ പിച്ചിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് റിയൻ പരാഗ് ഫീൽഡിങ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ RCBയുടെ ഒരു ബാറ്റിംഗ് നമുക്കറിയാം, അവരുടെ ഏറ്റവും വലിയ ശക്തി. കാരണം ഇന്നലെ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ IPL RCBയുടെ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്ന് ഒരു പോള് വന്നിരുന്നത്. അതിൽ 55% ആളുകളും പറഞ്ഞത് അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിന്റെ ശക്തി എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ആദ്യ ഫസ്റ്റ് വിക്കറ്റ് ഒരു 63 റൺസ് വരെ വിക്കറ്റ് നഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞ് ഒരു 10 ഓവറിൽ 83-1 എന്ന ഒരു അവസ്ഥയിലേക്ക് ടീം എത്തുന്നുണ്ട്. അവിടെ നിന്ന് കോഹ്ലിയും അതുപോലെ തന്നെ പടിക്കലും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ആക്സിലറേഷൻ, അത് തന്നെയാണ് ടീമിനെ ഒരു 83 വരെ ഇനിയിപ്പോൾ അവസാന സമയത്ത് ഒരു കൊളാപ്സ് ഉണ്ടാവുക. അത് നമ്മൾ കണ്ടതാണ്, വിക്കറ്റുകൾ അവസാന ഓവറുകളിലൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ മിഡിൽ ഓവറുകൾ കൃത്യമായിട്ട് കോഹ്ലിയും അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. മറ്റെന്തൊക്കെയാണ് ഈ മത്സരത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആദ്യം ബാംഗ്ലൂർ ജയിച്ചു, ചിന്നസ്വാമി ഈ സീസണിൽ ആദ്യം ജയം. 2 ടീമുകൾ അതിപ്പം കൂടെ പറയുമ്പം ബാംഗ്ലൂരിനെ നമുക്ക് താഴ്ത്തി പറയുമല്ല, ബാംഗ്ലൂരിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രം ജയിച്ച കളിയെ കാണുന്നില്ല, രാജസ്ഥാന്റെ കഴിവുകൾ കൊണ്ടുപോയാണ് ഇന്നലെ ബാംഗ്ലൂരിന് ജയം കിട്ടാൻ വേണ്ടി പോയത്. നമുക്കറിയാം ഇപ്പം ഈ സീസണിൽ കഴിഞ്ഞ 3 മത്സരങ്ങൾ, രാജസ്ഥാന്റെ 3 മത്സരങ്ങൾ പരിശോധിച്ചറിയാം, 3 രാജസ്ഥാൻ ജയിക്കാൻ പറ്റുന്ന മത്സരങ്ങളായിരുന്നു. ചെറിയ റണ്ണിന് അവസാന ഓവറുകൾ കൊണ്ട് കളി കളയുന്ന അവസ്ഥയാണ്. ഇന്നലെ തന്നെ നോക്കിയാൽ ഇന്നലെ 12 ബോൾ 23 റൺ എന്ന അവസ്ഥയിൽ നിന്നാണ് കളി തോറ്റത്. അതിന് മുന്നേ ലാസ്റ്റ് 2 കളിയിലും ഒരു ഓവറിൽ 9 റൺ വേണ്ട സ്ഥലത്ത് നിന്നാണ് കളി തോറ്റത്. ഇപ്പോൾ രാജസ്ഥാന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ രാജസ്ഥാന്റെയും കരുത്ത് ടോപ്പ് ഓർഡർ ആയിരുന്നു. സഞ്ജു ഇല്ലെങ്കിൽ ഇപ്പോൾ വൈഭവ് ആയാലും ഓക്കെയാണ്, അത് ഒരു പകരം വെക്കാനുള്ളതാണെന്ന് പറയുന്നില്ല. പക്ഷേ അവർ ശ്രമിക്കുന്നുണ്ട് ആ ഇതിൽ. പക്ഷേ മിഡിൽ ഓർഡറിലേക്ക് വരുമ്പം, ഫിനിഷറിലേക്ക് വരുമ്പം ഒരു 2 ഫിനിഷർമാർ നമുക്ക് പറയുന്നുണ്ട് രാജസ്ഥാൻ ടീം, ധ്രുവ് ജുറലിനെയും ഹെറ്റ്മെയറിനെയും. അവർ നല്ല ഫിനിഷർമാരാണ്. അവർ പക്ഷേ ഫിനിഷ് ചെയ്യുന്നത് സ്വന്തം ടീമിനാണെന്ന് മാത്രമേ ഉള്ളൂ, എതിർ ടീമിനെ കളി നിർത്തി ജയിപ്പിക്കാനല്ല. ഇന്നലെ ധ്രുവ് ജുറല് ഒരു മികച്ച തുടക്കമാണ് നൽകിയത്. പക്ഷേ പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് 23 ബോളിൽ 18 റൺ എന്ന അവസ്ഥയിലായിരുന്നു. അത് മോശം പന്തുകൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കണം അദ്ദേഹം, അതിന് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. മോശം ക്രീസിൽ നിലനിർപ്പിച്ച് മോശം പന്തുകൾ തിരഞ്ഞു പിടിച്ച് ആക്കാൻ നോക്കി. പക്ഷേ അതിൽ 13 എനിക്ക് ഡോട്ട് ബോൾ വന്നത്. ഈ ഒരു സൂര്യവംശിയും ജയ്സ്വാളും കൂടി ഒരു മികച്ച തുടക്കം നൽകി. പിന്നെ നിതീഷ് റാണയും പരാഗിനെ നമുക്ക് അങ്ങനെ എടുത്തു പറയില്ല, എഡ്ജൊക്കെ കിട്ടി വന്ന റണ്ണൊക്കെയാണ്. പക്ഷേ ഓക്കെ, അദ്ദേഹം കൂടി റൺ റേറ്റ് ഉയർത്താൻ വേണ്ടി നോക്കി. ഏകദേശം കൊണ്ടുപോകുന്ന സമയത്ത് വന്നിട്ട് ഇവിടുത്തെ കളി ഇങ്ങനെ കൊണ്ടുപോയി കളഞ്ഞ് സമ്മർദ്ദത്തിലാക്കുക. അവസാന നിമിഷം ഒന്ന് ഡൂർ ഡൈ അവസ്ഥയിലേക്ക് എത്തുക, മരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഇത്. ജുറൽ ഇന്നലെയും അതാണ് ആവർത്തിച്ചാൽ. ജുറലിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, റൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞാൽ ഇത്രയും ഡോട്ട് ബോളാക്കി അവസാന നിമിഷം കൊണ്ട് അദ്ദേഹം അവസാന നിമിഷം ക്രീസിൽ ഉണ്ടായിരുന്നെങ്കിലും ജയിക്കുന്നതിനൊക്കെ തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടാണ് അവസാനം വിക്കറ്റ് ഇന്നലെ പോയാൽ തന്നെ. ഇന്നലത്തത് ബോർഡർ അപ്പീൽ ചെയ്തിട്ടുണ്ടായിട്ട് കീപ്പർ മാത്രം അപ്പീൽ ചെയ്തിട്ട് DRS കൊടുത്ത സമയത്താണ് അൾട്രാ എഡ്ജിൽ വിക്കറ്റായി പോയത്. ഒരു ദൗർഭാഗ്യം എന്ന് പറയാം ആ ഒരു ഔട്ടാവൽ. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 2 കളിയും ജയിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു മികച്ച പ്രകടനം ഇന്നലത്തെ ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ടീം മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. അത് തന്നെയാണ്, ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇന്ന് ഈ ടീം നിലനിർത്തി 2 പേര് മിഡിൽ ഓർഡർ നിർത്തിയാണ് ജുറലിനെയും ഹെറ്റ്മെയറിനെയും. 25 കോടി ഏകദേശം 2 താരങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ താരത്തിന് അത്രയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ താരത്തിന് അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുന്ന താരമാണ്, പക്ഷേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴത്തെ ടീമിലെ പ്രധാന പ്രശ്നങ്ങൾ ഈ 3 തന്നെയാണ്. ഇപ്പം രാജസ്ഥാൻ ടീമിലെ 3 പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഹെറ്റ്മെയർ, ജുറൽ, തുഷാർ ദേശ്പാണ്ഡെ, ഈ 3 താരങ്ങൾ. തുഷാർ ദേശ്പാണ്ഡെയുടെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം അദ്ദേഹം ഒരു ക്യാച്ച് വിടുന്നുണ്ട്, അതുപോലെ തന്നെ ഫീൽഡിങ്, ബോളിംഗ് മോശം ആയിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് റൺസ് വഴങ്ങുന്നത് തീരെ എക്കണോമിക്കൽ അല്ലാത്തൊരു ബോളറാണ്. മറുവശത്ത് അദ്ദേഹം ഒരു ക്യാച്ചും വിട്ട് കളയുന്നുണ്ട് എന്നുള്ളതാണ് ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഗ്രൗണ്ടിലൊരു സ്കോർ എന്ന് പറയുമ്പോൾ ഇതുവരെ അതായത് എനിക്ക് തോന്നുന്നത് രാജസ്ഥാനെതിരെ RCB നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് ഈ മത്സരത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഈ ഒരു 200-ലധികം സ്കോർ കിട്ടിയപ്പോൾ തന്നെ ഒരുപക്ഷെ RCB ആ ജയം ഉറപ്പിച്ചു എന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ സെക്കൻഡ് ബാറ്റിംഗ്, വളരെയധികം സെക്കൻഡ് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം ഇവിടെ ഈ മൈതാനത്ത് ചിന്നസ്വാമിയിലുണ്ട്. അത് കണ്ടത് അതിൻ്റെ ഒരു
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം കാണുമ്പോൾ തന്നെ ആദ്യ ബോൾ തന്നെ 6 അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു സൂര്യവംശി എന്ന് പറയുന്ന താരത്തിന്റെ ഒരു രണ്ടാമത്തെ മത്സരമാണ്, രണ്ടാമത്തെ IPL മത്സരമാണ്. ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഫസ്റ്റ് ബോൾ വന്നിട്ട് 6 അടിക്കുന്നു. പക്ഷെ ഇത്തവണ ഹെയ്സൽവുഡ് അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ എന്ന് പറയുന്ന ലോകോത്തര ബൗളർമാരെ ആണ് അദ്ദേഹം നേരിടേണ്ടി വരുന്നത്. അത് നോക്കുമ്പോ ജയ്സ്വാൾ ഫസ്റ്റ് ബോൾ 6 അടിക്കുമ്പോൾ അടുത്ത വരുന്ന സ്ട്രൈക്കിലേക്ക് വരുന്ന ഫസ്റ്റ് ബോൾ 6 അടിക്കാം. ഭുവനേശ്വർ കുമാറിന് കൃത്യമായിട്ട് അറിയാം അതായത് എന്താണ് സൂര്യവംശി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അവൻ 6 അടിക്കാൻ നോക്കും, കാരണം കഴിഞ്ഞ കളിയിൽ ആദ്യം 6 അടിക്കും. എല്ലാം ഫസ്റ്റ് കളിയിൽ 6 അടിച്ചതിന്റെ ഒരു ആവേശമുണ്ട്. പോരാത്തതിന് ഈ മത്സരം നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അടുത്ത ആ ബൗൾഡായ പന്ത് എന്ന് പറഞ്ഞാൽ അത് ഭുവനേശ്വർ കുമാറിന്റെ ഒരു ക്ലാസ് തന്നെയാണ്. ആ ക്ലാസ് കാണിക്കുന്ന ഒരു പന്ത് തന്നെയാണ് ആ പന്ത് എന്ന് പറയുന്നത്. അതായത് സൂര്യവംശി എന്തായാലും അതൊരു കൂട്ടിനടിക്ക് ശ്രമിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കൃത്യമായി വിക്കറ്റ് ലക്ഷ്യം വെച്ചിട്ട് പന്തെറിയും ആ വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് രാജസ്ഥാന്റെ ഒരു പതനം തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ ജയ്സ്വാളിന്റെ വിക്കറ്റ് കൂടെ പോയപ്പോൾ ജയ്സ്വാള് 19 ബോളിൽ 43 മികച്ച രീതിയിലാണ് അദ്ദേഹം മാറ്റിയത്. ജയ്സ്വാളിന് ടീം എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കടമ അദ്ദേഹം പൂർത്തീകരിച്ചു തന്നെ പറയാം. ആ ഒരു വിക്കറ്റ് പോയില്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈ റൺ എത്തിയാൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ ഈ ഒരു ഇത്രയും നന്നായി ബാറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഹെയ്സൽവുഡിനെ ഒന്ന് സൂക്ഷിക്കേണ്ടതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്സൽവുഡിന് നമുക്കറിയാം ജയ്സ്വാൾ ആദ്യ 3 ബോളുകൾ ഡോട്ട് ആക്കുന്നു, അടുത്ത 3 ബോളുകൾ ബൗണ്ടറി അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള ഓവറിൽ ഹെയ്സൽവുഡ് വീണ്ടും വരുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ബൗണ്ടറി ഇതൊക്കെ അടിച്ചിട്ട് ആ രീതിയിലേക്ക് ഹെയ്സൽവുഡിനെ അങ്ങനെ അടിച്ചു തീർക്കാൻ പറ്റിയ ഒരു ബൗളർ അല്ല. ഏത് നിമിഷം അദ്ദേഹം വിക്കറ്റ് ലക്ഷ്യം വെക്കുന്നതിന്, അതായത് ലക്ഷ്യം വെക്കുന്നതിന് പകരം കൃത്യമായിട്ട് എവിടെയാണോ ആ ബോളിംഗ് ചെയ്യേണ്ടത്, ഏത് ലെങ്ത്തിലാണോ വേണ്ടത് അത് മനസ്സിലാക്കി, ഏത് ലൈനിലാണോ വേണ്ടത് മനസ്സിലാക്കിയിട്ട് ആ ലെങ്ത്തിൽ എറിയുന്ന ഒരു ബോളറാണ്. അതിനുള്ള ഇത് തന്നെയാണ് ബഹുമാനം കൊടുക്കേണ്ടതായിരുന്നു, അതൊന്ന് കരുതേണ്ടതായിരുന്നു. ബഹുമാനം എന്നുള്ള കരുതലിന്റെ പ്രശ്നം വരുമ്പോൾ ഭുവനേഷ് കുമാർ ഇതുപോലെ തന്നെ ഇപ്പം വൈഭവിനെ പുറത്താക്കിയപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ വരുന്നത് ഈ 2 താരങ്ങളും ലോകോത്തര ബോളർമാരാണ്, യാതൊരു സംശയവുമില്ല. ഇവരുടെ ഈ 2 ബോൾ പിന്നെ ഇവർ ഈ കരുതി കളിച്ച് കഴിഞ്ഞാൽ പിന്നെ വരുമ്പം ഇവർ വിക്കറ്റ് വീണ്ടും പോവുകയാണെങ്കിൽ, വിക്കറ്റ് പോയില്ലെങ്കിൽ തന്നെ അവസാനം റൺ റേറ്റ് വളരെ ഡിഫറൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ വിക്കറ്റ് പോയാൽ തന്നെ പിന്നെ വരുന്നവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് നല്ല ധാരണയുണ്ട്. തങ്ങളെ മിഡിൽ ഓർഡർ എന്താണെന്ന് ഈ താരങ്ങൾക്ക് ജയ്സ്വാൾ നന്നായിട്ട് അറിയാം. ബാക്കിയുള്ള താരങ്ങളുടെ കേസ് നമുക്ക് പോട്ടെ, ജയ്സ്വാളിന് ശരിക്കും അവിടെ എന്താ നടക്കാൻ പോകുന്നത് അറിയാം. ഒരു കൂട്ടത്ത് ചർച്ച ഉണ്ടാവും അറിയാം, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് പിന്നെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയുള്ളൂ എന്നറിയാം. അത് തന്നെയാണ് നടന്നത്. അപ്പം പരമാവധി റണ്ണുണ്ടാക്കി ഉയർത്തിയിട്ട് അവസാനത്തേക്ക് സമ്മർദ്ദം കുറക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ നമ്മുടെ ഇതിൽ പറഞ്ഞ പോലെ റസലിന് കൊൽക്കത്തക്ക് പറഞ്ഞ പോലെ സ്ട്രൈക്ക് റേറ്റ് 14-15 ഉണ്ടാകുമ്പോൾ സമ്മർദ്ദം ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഹെഡ്മേറിന് അതുപോലെ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ വന്നാൽ ഇവർ ഫിനിഷ് ചെയ്യില്ല എന്നറിയുന്നതുകൊണ്ട് റണ്ണ് ഉയർത്താൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അത് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ ഹെയ്സൽവുഡിനെ എല്ലാം ആക്രമിച്ച് കളിച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. അത് തന്നെയാണ്. പക്ഷേ നന്നായിട്ട് റണ്ണ് ഉയർത്താൻ വേണ്ടി അവിടെ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കടമ തീർത്തിട്ടുണ്ട്. പിന്നെ ഹെയ്സൽവുഡിനെതിരെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വന്നിട്ട് ആ കോൺഫിഡൻസ് ഒരു ഓവർ കോൺഫിഡൻസ് ആയി മാറി എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഹെയ്സൽവുഡിനെ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ്. കൃത്യമായി ആ ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് പന്തെറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ 4 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തുന്നുണ്ട്. മാത്രമല്ല കൃണാൽ പാണ്ഡ്യയുടെ ഒരു പ്രകടനം, നിതീഷ് റാണയുടെ വിക്കറ്റൊക്കെ വീഴ്ത്തിയിട്ട് ആ ഒരു ഇത് നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാല് ആ ബാറ്റിങ്ങിന്റെ ഒരു അഗ്രസീവായിട്ടുള്ള രാജസ്ഥാന്റെ ഒരു സമീപനം ഇതൊക്കെ കാണുമ്പോൾ നമ്മളിത് ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന സ്കോർ ആണെന്നൊക്കെയുള്ള രീതിയിൽ ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. ഈ സ്കോർ 205 എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ വിക്കറ്റുകൾ കൃത്യമായി വീഴ്ത്തിയിട്ട് ഹെയ്സൽവുഡിന്റെ ആ ഒരു ക്ലാസും കൃത്യമായി അവിടെ ഈ മത്സരത്തിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് RCB ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ ഒരു ബാറ്റിങ്ങും അതുപോലെ തന്നെ പഠിക്കലും ഇവർ രണ്ടുപേരും, അതായത് ആ കോംബോ ക്ലിക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു സീസണിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കൂട്ടുകെട്ടിൽ ഇവർ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് സായി സുദർശനും ഗില്ലും ശേഷം 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇതിന് 3ാം സ്ഥാനത്ത് വരുന്നതും കോഹ്ലി സാൾട്ട് സഖ്യമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ RCBയുടെ ഒരു ടോപ്പ് ഓർഡർ ഭയങ്കര രീതിയിൽ ടീമിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലിവിങ്സ്റ്റണെ മാറ്റി നിർത്തിയിട്ട് ഷെപ്പേർഡിനെയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇറക്കുന്നത്. ടിം ഡേവിഡിനെ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ട് നേരത്തെ ഇറക്കി വിടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു 15ാമത്തെ ഓവർ 16ാമത്തെ ഓവറിലൊക്കെ ടിം ഡേവിഡ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് അവർക്ക് അത്രയും വിക്കറ്റ് നഷ്ടമായിട്ടില്ല. അത് മാത്രമല്ല ജിതേഷ് ശർമ്മ, എനിക്ക് അദ്ദേഹത്തിന്റെ എന്താ പറയാ പുറകിലേക്ക് അടിക്കാൻ കുറെ ഷോട്ടുകൾ അദ്ദേഹം നോക്കുന്നു. ആ ഷോട്ട് അദ്ദേഹം അടിക്കുന്ന ഭാഗത്തേക്കല്ല ബോൾ പോകുന്നത്, എന്നാൽ പോലും ബൗണ്ടറി നേടാൻ അതിലൂടെ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
അങ്ങനെ കൃത്യമായ ഒരു മികച്ച സ്കോറിലേക്ക് എത്തുകയും RCB നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ജയിക്കാതെ ഇന്നോടെ കളിക്കുന്ന ഒരു ടീമായിട്ട് മാറി. അതെ 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 ഇപ്പം നമുക്കറിയാം എതിർ ടീമിലെല്ലാം പോയിട്ട് എവേ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം ഇതുവരെ വർഷങ്ങളെ ജയിക്കാത്ത പിച്ചുകളൊക്കെ ഇവർ ജയിച്ചു വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സ്വന്തം ഗ്രൗണ്ടിൽ എന്തൊരു ശാപം പോലെ തോൽക്കുമായിരുന്നു, അത് തീർക്കാൻ വേണ്ടി പറ്റി, ആ ലോക്ക് നിന്ന് അഴിക്കാൻ വേണ്ടി പറ്റി. കോഹ്ലിക്കും 50 ആണ് പറ്റി ഈ സീസണിൽ. അങ്ങനെ ഹോം ഗ്രൗണ്ടിൽ അത്ര തിളങ്ങിയിട്ടുണ്ടായില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരു ഗ്രൗണ്ടിൽ T20 ഏറ്റവും കൂടുതൽ റൺ എടുത്ത താരമായിട്ട് കോഹ്ലി മാറിയിട്ടുണ്ട്. 3500 റൺസ് ഇന്നത്തെ പ്രകടനത്തോടെ ചിന്നസ്വാമിയിൽ തന്നെ നേടിയിട്ടുണ്ട് ഒരു ടീം ഹോം ഗ്രൗണ്ടിൽ. ലോക ക്രിക്കറ്റിൽ ആദ്യമായിട്ടാണ് T20 ഇങ്ങനെ ഒരു അപ്പോൾ ഒരു നേട്ടം കോഹ്ലി ആ കിങ്കോഹ്ലി നേട്ടം തുടരുകയാണ്. പക്ഷേ ഈ പറഞ്ഞാൽ തന്നെ അവസരത്തിനൊത്ത് ഉയരാൻ ഇവർക്ക് പറ്റി. അതിൽ പഠിക്കൽ നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇന്നലെ ഒരു തിളങ്ങാൻ പറ്റാത്തൊരു താരം എന്ന് പറയുന്നത് പട്ടിദാറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ബോളിംഗിലാണെങ്കിലും ബോളർമാരെ ഉപയോഗിക്കുന്നതിലാണെങ്കിലും കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മികച്ച ബോളിംഗ് നിരയുണ്ട്. സ്പിന്നർമാരെല്ലാവരും നല്ല ഫോമിലാണ്. കൃണാൽ പാണ്ഡ്യ, സുയാൻ ശർമ്മ ഒക്കെ ഒരു മികച്ച രീതിയിൽ പന്ത് എറിയുന്നുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ചില സമയത്ത് വിക്കറ്റുകൾ കിട്ടുന്നതിൽ കുറവുണ്ടെങ്കിൽ പോലും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ടിം ഡേവിഡിനെ പോലുള്ള വാലറ്റത്തിലുള്ള അഗ്രസീവായിട്ട് കളിക്കുന്ന താരങ്ങൾ കൂടി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇന്നലത്തെ മത്സരം RCBക്ക് എങ്ങനെയും ജയിച്ചേ പറ്റും. ഒന്ന് ഹോം ഗ്രൗണ്ടിലെ മത്സരം, രണ്ട് തൊട്ട് മുമ്പ് മത്സരത്തിൽ നിന്ന് മത്സരം കഴിഞ്ഞതിന് ശേഷം മുംബൈ അവരെ മറികടന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ 9 മത്സരങ്ങളിൽ മുംബൈക്ക് 10 പോയിന്റ്, 8 മത്സരങ്ങളിൽ RCBക്ക് 10 പോയിന്റ്. ആ സാഹചര്യത്തിലാണ് ഇന്നലത്തെ കളി നടക്കുന്നത്. അപ്പൊ 9 മത്സരത്തിൽ നിന്ന് 12 പോയിന്റിലേക്ക് കയറുക, ആ ഒരു അഡ്വാൻറ്റേജ് നിലനിർത്തുക എന്നൊരു ലക്ഷ്യം കൃത്യമായി RCBക്ക് ഉണ്ടായിരുന്നു. അതവര് ഫലപ്രദമായിട്ട് ഇത് ചെയ്ത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പറയുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ബാംഗ്ലൂരിനെ കുറച്ച് ഓപ്ഷൻ ഉണ്ട് പറഞ്ഞു, ബോളിംഗ് ഓപ്ഷൻ ഉണ്ട്. രാജസ്ഥാൻ ഇത് ഇല്ലായിട്ടല്ല, രാജസ്ഥാന്റെ ബെഞ്ചിൽ പന്തെറിഞ്ഞില്ലേ അല്ല പറഞ്ഞത്, ബെഞ്ചിൽ സ്ട്രെങ്ത് ഉണ്ട്. ഈ തുഷാർ ദേശ്പാണ്ഡെ ഇല്ലേ, അദ്ദേഹത്തിന് പകരം കളിപ്പിക്കണം. ആകാശ് മധുവാൻ ഉണ്ട്, ഇവർ താരത്തെ ഇറക്കാനുണ്ട്, ഇവർ ഇറക്കാനായിട്ടാണ്. അതുപോലെ തന്നെ ജോറലിന് പകരം കുനാൽ സിംഗ് റാത്തോഡിനെ കളിപ്പിക്കാം. ഒരു ആഭ്യന്തര സീസണിലൊക്കെ മികച്ച രീതിയിൽ പ്രകടനത്തിൽ നിൽക്കുന്ന താരങ്ങളാണ്, ഫോമിലുള്ള താരങ്ങളാണ്. ഇവരിപ്പോൾ തിളങ്ങാത്ത സമയത്ത് അവരെ കളിപ്പിക്കാറ്. ഇന്നലെ ജോറൽ കളിച്ചു എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ T20 നമുക്ക് വേണ്ടതും ഈ ഫോർമാറ്റിൽ നമുക്ക് കളിക്കേണ്ടത് ഈ ഫോർമാറ്റ് ഇതല്ല വേണ്ടത്. അപ്പം തുഷാർ ദേശ്പാണ്ഡെ പകരം മധുവാണിനെയും പിന്നെ ജോറലിന് പകരം കുനാൽ സിംഗ് റാത്തോഡിനെയും കളിപ്പിക്കുക, ഹെഡ്മേറിനെ മാറ്റി നിർത്താൻ വേണ്ടി അതിനൊരു ഓപ്ഷൻ കണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ട്രെങ്ത് ടീമിന് കിട്ടും. ഈ പറഞ്ഞ പോലെ ഈ ബാധ്യതകൾ എന്തിനാണ് ചുമക്കുന്നത്? ഈ 25 കോടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരാജയപ്പെടുമ്പോൾ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. ദ്രാവിഡിന് എന്തേത് കഴിയാത്തതെന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നത്. ദ്രാവിഡ് കാണാതെ പോകുകയാണെന്നുള്ള സംശയമുണ്ട്. ഇതാണ് ഇപ്പം വൈഭവ് സൂര്യവംശി ഇപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഒരു ഈ പറഞ്ഞിരുമ്പോൾ ചിലപ്പോൾ പരാഗിനേക്കാൾ നന്നായിട്ട് ഒരു ടീമിന് സംഭാവന നൽകുന്നുണ്ടെന്ന് പറയാം. ഒരു ഇന്റൻഷൻ ജയിക്കാൻ, ഒരു പോസിറ്റീവ് ഇന്റൻഷൻ കളിക്കുന്നുണ്ട്. ഇങ്ങനെ താരങ്ങളെ എനിക്ക് തോന്നുന്നു ഒറ്റ ഇതല്ലോ, അതായത് കുറച്ചുകൂടി ഈ പറയുന്ന ഒരു IPL പോലുള്ള ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ജയ്സ്വാൾ മറുവശത്ത് അടിച്ച് കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് ഒരു ജയ്സ്വാളിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ, അതായത് ഈ കൂട്ടിനടികൾക്കൊന്നും മുതിരാതെ കളിക്കുകയാണെങ്കിൽ ജയ്സ്വാളിനും കുറച്ചും കൂടി, അതായത് ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഒരു 10 ഓവറൊക്കെ വിക്കറ്റ് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ എനിക്ക് ഈ 10 ഓവറൊക്കെ കഴിയുമ്പോൾ RCBയും രാജസ്ഥാനും തമ്മിലുള്ള റൺസിന്റെ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 30-35 റൺസിന് മുകളിലായിരുന്നു. അത്രേ ഉള്ളൂ. അവിടെ നിന്നാണ് ഈ ഒരു ടീം തോൽക്കുന്നത്. ഈ ഇന്നലത്തെ ഒരു മത്സരത്തിൽ തോൽക്കാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ രാജസ്ഥാൻ മാത്രമാണ്. നമ്മൾ ലോക ക്രിക്കറ്റിൽ പറയുമ്പോൾ പാകിസ്ഥാനെ പറയും, ആരോടും തോക്കും ആരെയും ജയിപ്പിക്കും, ആരോടും തോക്കും ആരോടും ജയിക്കും എന്ന് പറയും. പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ ഇന്നലത്തെ മത്സരം തോക്കാൻ രാജസ്ഥാൻ മാത്രമേ പറ്റൂ. ഇത്രയും തുടക്കം കിട്ടിയിട്ട് തോക്കണമെങ്കിൽ ഈ IPL രാജസ്ഥാൻ റോയൽസിന് അല്ലാണ്ട് പറ്റില്ല, ഈ രാജസ്ഥാൻ അല്ലാണ്ട് പറ്റില്ല. കാരണം 13 ബോളിൽ 22 റൺ നിലയിലേക്ക് കണ്ടുപോയിട്ട് ഈ കളി തോൽക്കണമെങ്കിൽ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഒരു ഓവറിൽ കഴിഞ്ഞ 3 മത്സരങ്ങൾ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിൽ 6 ബോളിൽ 9 റണ്ണിൽ അവസരം കൊണ്ട് സൂപ്പർ ഓവറിലേക്ക് എത്തി തോക്കണമെങ്കിൽ അത് രാജസ്ഥാൻ മാത്രമായിരിക്കണം. ഈ എന്ത് കണ്ടിട്ടാണ് ഇവരെ നിലനിർത്തിയതെന്നും എന്താണ് ഇവരുടെ പ്രതീക്ഷയെന്നും ദ്രാവിഡിന് മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നത്. ദ്രാവിഡിന് ഇപ്പോഴും ഒന്ന് മനസ്സിലാവാണ്ട് ഇനിയിപ്പോൾ പരീക്ഷിച്ച് എന്ത് പരീക്ഷിക്കണമെന്ന് അറിയില്ല. ഇനിയും ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രാജസ്ഥാന്റെ ടീമിനെ പറഞ്ഞിട്ട് ഇനിയും അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അതിലുള്ള കാര്യം എനിക്ക് ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാധകർക്ക് വേണ്ടി ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്നുള്ളതാണ്. പ്ലേ ഓഫ് എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാതെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ ശ്രമിക്കുക, ആരാധകർക്ക് വേണ്ടിയിട്ടെങ്കിലും ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ്. കാരണം IPL എന്ന് പറയുന്ന ആരാധകരും കൂടി ഉൾപ്പെടുന്ന ഒരു പരിപാടിയാണ്. അത് ആരാധകരില്ലെങ്കിൽ ഒരു ടീം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരാധകർക്ക് വേണ്ടി ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഈ 3 മത്സരങ്ങൾ വിജയിക്കാവുന്ന മത്സരങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ
RCB ക്രിക്കറ്റ് അസോസിയേഷൻ ഇവർക്കെതിരെ കോഴാരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇവർ കോഴ വിളിച്ചിട്ടല്ല ഇവർക്ക് ജയിക്കാൻ പറ്റായിട്ടാണെന്ന് ദിവസം കണ്ടപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവും. അത് വേറെ വിഷയമാണ്. എന്തായാലും ഈ പറയുന്ന പോലെ നോക്ക്, ഈ 3 മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഇപ്പൊ രാജസ്ഥാന് 10 പോയിന്റ് ഉണ്ടാവുമായിരുന്നു. അത് കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷൻ എങ്കിലും നടത്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരാധകർക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളെങ്കിലും വിജയിക്കാൻ രാജസ്ഥാന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.